ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാനും അമേരിക്കയുമായി ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു അതിനിർണായക നീക്കവുമായി ഇസ്രയേലും അമേരിക്കയും കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. ഒപ്പം ഇറാനുമേൽ അമേരിക്ക പുതിയ ഉപരോധങ്ങളും പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിലുള്ളതും അതിനിർണായകവുമായ നീക്കങ്ങളാണ് നടന്നുവരുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഇറാനുമേൽ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലായിരിക്കും നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഫോക്കസ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ ഇറാൻ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇറാനിൽ US ആക്രമണമുണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ലക്ഷ്യമാക്കി വൻ സൈനിക സന്നാഹം US നടത്തിയിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും ആശങ്കയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഒമാനിലാണ് ഇറാനും അമേരിക്കയുമായി ആദ്യ റൗണ്ട് അനൌദ്യോഗിക ചർച്ചകൾ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാനിരിക്കുകയുമാണ്. ഈ ഘട്ടത്തിലാണ് ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുന്നത് എന്നത് ആ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമേറ്റുന്നുണ്ട്. ഈ മാസം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ നെതന്യാഹു മുന്നേ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് 18 മുതൽ 22 വരെയായിരുന്നു. ഇതാണ് ബുധനാഴ്ചയിലേക്ക് മാറ്റി നേരത്തെയാക്കിയത്. ഇത് കൂടിക്കാഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ തന്നെയാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയുടെ വിഷയം. ഇറാനുമായുള്ള ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കാനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. ഇറാന് പുറത്തുള്ള ചില വിഘടനവാദി ഗ്രൂപ്പുകളുമായി ഇറാന് ബന്ധമുണ്ട് എന്നും അവയ്ക്ക് ഇറാൻ സഹായം നൽകുന്നുണ്ട് എന്നുമാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇത്തരം ഗ്രൂപ്പുകൾക്കുള്ള സഹായം ഇറാൻ നിർത്തലാക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നെതന്യാഹു ഉന്നയിക്കുകയും ചെയ്യും. ഇറാനിലെ ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രയേലിന്റെ പ്രധാന പ്രശ്നം. അതിനെ ശേഷി കുറയ്ക്കാത്തിടത്തോളം ഇറാനെ ആക്രമിക്കുക എളുപ്പമല്ല എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ആണവ പദ്ധതിയിൽ മാത്രം ഒതുങ്ങി നയതന്ത്രത്തിൽ ചർച്ച മുന്നോട്ട് പോകുന്നതിനപ്പുറം തങ്ങളുടെ സുരക്ഷാ ഭീഷണി കൂടി അതിൽ ചർച്ചയാകണം എന്ന് ഇസ്രയേൽ കരുതുന്നു. അതായത് ഒരർത്ഥത്തിൽ ചർച്ച പൊളിക്കുക എന്നത് തന്നെയാണ് നെതന്യാഹുവിന്റെ സമ്മർദ്ദ തന്ത്രം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രയേലിന് ഭയമാണ്. അതിന്റെ ശക്തി ഒരിക്കൽ ഇസ്രയേൽ അറിഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ലെബനനിലെ ഹിസ്ബുള്ള, പലസ്തീനിലെ ഹമാസ്, ഹൂഥികൾ അങ്ങനെ തങ്ങൾക്ക് ഭീഷണിയായ വിഘടനവാദ ഗ്രൂപ്പുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കൽ, ഇതുവഴി മാത്രമേ തങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമാകൂ എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതുകൊണ്ടാണ് ആ തലത്തിലേക്ക് ചർച്ച കൊണ്ടുപോകണമെന്നും ഇക്കാര്യങ്ങൾ കൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിന് ഇറാൻ എത്രമാത്രം വഴിപ്പെടും എന്നത് നിശ്ചയമില്ല. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി വേണമെന്ന ആവശ്യമാകും നെതന്യാഹു ഉന്നയിക്കുക. ഇത് പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷ സാധ്യതകൾക്ക് വഴിവെക്കും. ചർച്ചയ്ക്ക് പിന്നാലെ കടുത്ത സമ്മർദ്ദ തന്ത്രവും അമേരിക്ക ഇറാനുമേൽ നടത്തുന്നുണ്ട്. ഇറാന്റെ ഊർജ്ജ മേഖലയിൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത് അവരെ സമ്മർദ്ദത്തിലാക്കുന്നതിനാണ്. ആണവ പദ്ധതി സംബന്ധിച്ച് ദേശീയ താൽപ്പര്യങ്ങൾ പണയപ്പെടുത്തിയുള്ള ആണവ പദ്ധതിക്ക് തയ്യാറല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കി ആണവ പദ്ധതിയിലേക്ക് എത്തിക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാന്റെ എണ്ണക്കടത്തിന് സഹായിക്കുന്ന 14 കപ്പലുകൾ, 15 വ്യാപാര സ്ഥാപനങ്ങൾ, 2 ബിസിനസ് മേധാവികൾ എന്നിവർക്കെതിരെ ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. കൂടാതെ ഇറാനിൽ നിന്ന് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 25% വരെ അധിക ഇറക്കുമതി തീരുവ ചുമത്തുന്ന ഉത്തരവും ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. എണ്ണ, പെട്രോകെമിക്കൽ വ്യാപാരത്തിലൂടെയുള്ള ഇറാന്റെ പ്രധാന വരുമാന മാർഗം അടച്ച് അവരെ സാമ്പത്തികമായി ഞെരുക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇതുവഴി അവരെ തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആണവ പദ്ധതിയിലേക്ക് എത്തിക്കാനാകുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ മധ്യേഷ്യൻ സൈനിക മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറെ പങ്കെടുപ്പിച്ചതും ഇറാനെതിരെ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രമായി അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. വെള്ളിയാഴ്ച നടന്ന ചർച്ചകളിൽ ആണവ പദ്ധതി സംബന്ധിച്ച് ദേശീയ താൽപ്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഇറാൻ നിലപാടെടുത്തിരുന്നുവെന്നാണ് അറിവ്.
സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവ ഗവേഷണം നടത്താൻ തങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ചും ഇറാൻ ചർച്ചയിൽ വാദിച്ചിരുന്നു. ഊർജ ആവശ്യങ്ങൾക്കാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്നാണ് ഇറാന്റെ നിലപാട്. ആണവ പരീക്ഷണങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിരീക്ഷണം അനുവദിക്കാമെന്നും ഇറാൻ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ തങ്ങൾക്ക് മേലുള്ള US സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ US ഇതിനോട് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഇറാനെ സ്വന്തം വരുതിയിലാക്കി കാര്യങ്ങൾ നേടാമെന്നാണ് അമേരിക്ക ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ടാണ് ഉപരോധം നീക്കുന്നതിനോട് അമേരിക്ക പ്രതികരിക്കാത്തത്. എന്നാൽ രാജ്യ താൽപര്യം വിട്ടുകളഞ്ഞുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ശക്തമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ യുദ്ധം എന്ന നിലപാടാകും ഇസ്രായേലും സ്വീകരിക്കുക. ഇത് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കും. യുദ്ധം ആരംഭിച്ചാൽ ഏതെല്ലാം തരത്തിൽ അത് ബാധിക്കപ്പെടുമെന്ന് ഉറപ്പില്ല. ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് ലക്ഷ്യമാണ്. പക്ഷേ ഒറ്റയ്ക്ക് അതിന് തുനിഞ്ഞാൽ നേരിടുന്ന തിരിച്ചടി വലുതായിരിക്കുമെന്ന നല്ല ബോധ്യവും അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇറാന്റെ മിസൈൽ ശേഷി കുറച്ച് പുറമേ നിന്നുള്ള പിന്തുണ ഇല്ലാതാക്കി ഒറ്റപ്പെടുത്തി ഇറാനെ ആക്രമിക്കാം എന്ന് അവർ കണക്കുകൂട്ടുന്നത്. അതിനായുള്ള വ്യവസ്ഥകൾ ഇറാനുമായുള്ള ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നെതന്യാഹു ബുധനാഴ്ച ട്രംപിനെ കാണുന്നതും അതിനുവേണ്ടിയാണ്. എന്തായാലും അന്താരാഷ്ട്ര ലോകം ഉറ്റുനോക്കുകയാണ് ഈ ചർച്ചയിൽ എന്ത് സംഭവിക്കുമെന്ന്.